ഇ.ഡി. അഴിമതി കേസിലെ പണം കടത്തിയിരുന്നത് സൈബർ തട്ടിപ്പ് സംഘങ്ങളെ പോലെയെന്ന് കണ്ടെത്തൽ. വലിയ തുക വാങ്ങി കേസ് ഒതുക്കിയതിൽ ഇ.ഡിക്കെതിരെ കൂടുതൽ പരാതികൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ആഭ്യന്തര അന്വേഷണം തുടങ്ങിയെന്ന് ഇ.ഡി പ്രഖ്യാപിച്ചെങ്കിലും വിജിലൻസിൽ നിന്ന് ഇതുവരെ വിവരങ്ങൾ ശേഖരിച്ചിട്ടില്ല. ഇതിനിടെ കേസ് ഒതുക്കാൻ ഇടനിലക്കാരൻ വിൽസൺ വർഗീസ് കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയെ വിളിച്ചതിന്റെ ഫോൺ സംഭാഷണവും പുറത്തുവന്നു. ശക്തമായ തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം മാത്രം ഇഡിക്കുള്ളിലേക്ക് കയറിയാൽ മതിയെന്നാണ് വിജിലൻസിന്റെ തീരുമാനം. ഇ.ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഉടൻ ചോദ്യം ചെയ്യില്ല. കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാരായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരടക്കം 3 പ്രതികളുടെ മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ഇനി ലഭിക്കേണ്ടത്. ഇത് വേഗത്തിലാക്കാൻ വിജിലൻസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. 22 വരെ വിജിലൻസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ തിരികെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് പരമാവധി തെളിവുകൾ ഉറപ്പാക്കാനാണ് ശ്രമം. ഇ.ഡി അഴിമതിയിൽ അറസ്റ്റുണ്ടായതോടെ വിജിലൻസ് ഓഫീസിലേക്ക് പരാതികളുടെ പ്രവാഹമാണ്. പക്ഷേ മിക്കവരും ഇ.ഡിയെ പേടിച്ച് ഇവ കേസാക്കാൻ മടിക്കുകയാണ്. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വലിയ എമൗണ്ടാണ്. ഇതിനോട് എത്ര പരാതികൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ടോ? ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുണ്ടാവും, നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. ആഭ്യന്തര അന്വേഷണത്തിനായി വിജിലൻസിൽ നിന്ന് കേസിന്റെ വിവരങ്ങൾ തേടിയെന്ന ഇ.ഡി വാദവും എസ്.പി തള്ളി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിജിലൻസിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ തേടിയിട്ടുണ്ടോ ഇതിനോടകം? ഇന്നലെ വൈകുന്നേരം വരെ ഇല്ല. ഇതിനിടെ പുറത്തുവന്ന ഇടനിലക്കാരൻ വിൽസൺ വർഗീസിന്റെ ഫോൺ സംഭാഷണം തട്ടിപ്പിന്റെ രീതി എന്തെന്നത് വ്യക്തമാക്കുന്നതാണ്. ഇ.ഡി ഓഫീസിനുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളടക്കം പറഞ്ഞുകൊണ്ടാണ് പരാതിക്കാരനായ അനീഷ് ബാബുവിനോട് മീറ്റിംഗിനെത്താൻ വിൽസൺ ആവശ്യപ്പെടുന്നത്. ആരോടും ഷെയർ ചെയ്യാണ്ട് വന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇതൊരു പേഴ്സണൽ മീറ്റിംഗ്, ഒരു 10 മിനിറ്റ്സ്. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. 3 നോട്ടീസ് അയച്ചിട്ട് നിങ്ങൾ ചെന്നില്ല. അല്ല ഞാൻ ചെന്നു ഞാൻ അവസാനം വട്ടവും ഞാൻ ചെന്നു. നിങ്ങൾ ഇറങ്ങി പോരുകയും ചെയ്തു. ഇറങ്ങി പോരുന്ന സാറേ, എന്നെ അതുപോലെ എന്നെ അവിടെ ടോപ്പിന്റെ റൂമിൽ ഇരുത്തി എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. അതുപോലെ എന്നെ ഹറാസ് ചെയ്തു. എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി, പാനിക്കായി പോയി. ആരുമില്ല, ഞാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോൺ റെക്കോർഡ്, വോയിസ് റെക്കോർഡ്, വീഡിയോ റെക്കോർഡ് ഒന്നും ചെയ്യില്ല. ഫെമ കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പണമിടപാടുകൾ നടന്നിരിക്കുന്നത്. കൊച്ചി ഇ.ഡി ഓഫീസിലെ കേസുകളുടെ വിശദാംശങ്ങളും വിജിലൻസ് ശേഖരിക്കുന്നുണ്ട്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.